അപ്പോൾ ചിന്തിച്ചിതി പ്രകാരം ഭൂമിക്കുണ്ടായ ഭാരമൊക്കെ എന്നാൽ തന്നെ താമസമന്യേ തീർത്തു. ഞാനിക ശേഷമാ എന്നു ചിന്തിച്ചതേ ബലഭദ്രനും വേഗം വന്ന കോപവും വിട്ടു സമുദ്രതീരത്തിൽ ചെന്നിരും നേറിയാറ് യോഗാഗ്നിബലം കൊണ്ട് തന്നുടെ ശരീരം മാനുഷലോകത്തെയും ത്യജിച്ചിട്ടാത്മാവിലാത്മാനം തന്നെ ആത്മാനം തന്നിൽ തന്നെ ഹരിനാരായണ യോജിപ്പിച്ച് അഖണ്ഡമാ പൂർണ്ണനായി വന്നിടിന രാമ നമോ ബലഭദ്ര രാമ രോഹിണി സുനോ ഹരേ രാമ ദേവകീ സുതനായ ഹരിനാരായണ ദേവകീ സുതനായ ഭഗവാൻ രാമൻ തന്റെ കേവല നിര്യാണത്തെ കണ്ടതിനന്തരം തൂഷ്ണീഭൂതനായി ചതുർബാഹുക്കളോടും വൈഷ്ണവരൂപം പൂണ്ടും കേവല പ്രഭയാലേ ലോകേഷു തിമിരങ്ങൾ അസ്തമിച്ചിടുമാ പുകയെന്നിയെ വന്നി ജ്വലിക്കുന്നതു ശ്രീപതി ഘനശ്യാമവർണ്ണനായി ശോഭിച്ചിതു ശ്രീവത്സാഗീതം തപ്തഹേമാഭം പീതാംബരം കോമളാനനസ്മിതവക്ത്രാബ്ജ സുമംഗലം നീലകുന്തളബന്ധമണ്ഡിതം പുണ്ടരീക ശോഭിതദളമനോഹര നേത്രം ഭാസുരകുണ്ടലങ്ങൾ മിന്നീടും ഗണ്ഡദ്വയം കടിസൂത്രവും ബ്രഹ്മസൂത്രവും കിരീടവും കടകാങ്കധാര കൗസ്തുഭ വനമാല ശങ്കരാജിതഗണപ്രഭയും മഹാപ്രഭം ശംഖചക്രങ്ങൾ ഗദാത്യായുധഭുജപ്രഭം ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ നല്ല പങ്കജാരുണ പ്രഭവുണ്ട ദക്ഷിണപാദം ഊരുവിന്മേലേ വച്ചു യോഗസ്ഥനായിക്കൊണ്ടു പരമപുരുഷൻ താൻ വസിക്കുന്നതു നേരം മുസലാവശേഷത്താലുണ്ടായി ശരവുമാ മൃഗത്തെ നോക്കി
കാട്ടാളൻ ജനൻ വന്നു മൃഗത്തിൻ ആകാരമാം ഭഗവതി പാദം കണ്ടു മൃഗമെന്നോർത്തു ശരമയച്ചു കാട്ടാളനും മൃഗത്തിനാകാരമാം ഭഗവൽ പാദം കണ്ടു മൃഗമെന്നോർത്തു ശരമയച്ചു ചതുർബാഹുക്കളും ശോഭിക്കും ഉമാനെ കണ്ടത് ദേവതയോട് പാപഭീതനുമായി ഭഗവാനുടെ പാദത്തിങ്കൽ മൃഗലോലുക നീരു നമസ്കാരവും ചെയ്തു മൃഗലോലുകൻ വീണു നമസ്കാരവും ചെയ്തു മാധവ മാധവ മമഭാവം കൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത അപരാധം സർവം ക്ഷമിക്ക കൃപാം വേദാവാദികളാല വന്ധ്യം തൽപാദമല്ലോ ബോധത്തെ നൽകുന്നതും തൽപാദാംബുജം ഉത്തമശ്ലോകനായിട്ടിരിക്കും ഭഗവാനേ ഭഗവാനേ ചിത്തത്തിൽ തവമതധ്യാനേന മക്കൾക്കെല്ലാം സർവകൽമഷങ്ങളും അജ്ഞാനങ്ങളും നീക്കും ഈ പാദം ഭഗവാനേ പൊറുത്തുകൊള്ളേണമേ ഭഗവാനെ പൊറുത്തുകൊള്ളേണമേ സർവകൽമശംഭൂക്കി വൈകുണ്ഠപദം നൽകും നിർവാണപ്രദ നിങ്ങൾ മൃഗലുപ്തകൻ അഹം ബോധമെന്നീ ചെയ്തൊരു അപരാധം ക്ഷമിച്ച് ആദിനാശന വിഷ്ണു വിഷ്ണു പൊറുത്തുകൊള്ളേണമേ ഹന്ത ഞാൻ അതിക്രമം ഉത്തരം ചെയ്തു പോയ നിന്തിരുവടിയുടെ ആത്മയോഗത്തിൻ വൃത്തം ശിവനും ബ്രഹ്മാവാദിയായൊരു അറിവേ കേവലമേവം മായതങ്ങിൽ ഭൂതനായിട്ട് അജ്ഞാനിയായ ഞാൻ ഇന്നിതിനെന്തൊന്നു വേണ്ടു വിജ്ഞാനമൂർത്തെ അരുൾ ചെയ്ത് രക്ഷിക്കാം ഹരേ എന്നോ കാട്ടാളവാക്യം കേട്ട നേരം
ലോകത്തു നാരായണം കാട്ടാളോ തിഷ്ട നീയുമെന്നെ ചെയ്തത് മൂലം എന്നുടെ അനുഗ്രഹ സുഹൃതികൾക്കുള്ള വിളവൽ പദമാകും സ്വർഗത്തിൽ പോക വേഗം എന്നൊരു ചെയ്തത് ഭഗവത്പതി നന്നായി കൂപ്പിപ്പിള്ളെ സ്വർഗത്തിൽ വിമാനേന തന്നുടെ ദേഹത്തോ കാട്ടാളും ദാരുകൻ ഭഗവാനേ പേരുമായി അന്വേഷിച്ചു നടക്കുമ്പോൾ തുളസി ഗന്ധമോർത്തിട്ടറിഞ്ഞു ഭഗവാനെ കണ്ട് അഭിമുഖനായി അരയാലിന്റെ മൂലേ ശംഖചക്രാഭിപ്രഭം ചതുർബാഹുക്കളോടും വസിക്കും ശ്രീപതിയെ കുതുകമോടു കണ്ടു തേരാവിടത്തിൽ നിർത്തി ബാഷ്പലോചനായി ഭഗവൽ പാദങ്ങളിൽ നമിച്ചിട്ടാദരേണ ദാരുകനുണർത്തിച്ചു ഭഗവൻ തവ ചരണാംബുജം കണ്ടീട അധുനാ രജനീര അന്ധകാരത്തിൽ പെട്ടു കണ്ണുകാണാതെ ദിശ തന്നെയും അറിയാതെ നിർണയഹീനം ശാന്തി തന്നെയും അറിയാതെ ചന്ദ്രനില്ലാതെ രാത്രിങ്കൽ എന്നതു പോലെ ഒന്നു നീ അറിയാതെ ഭവിച്ചേനടിയനും ഇങ്ങനെ സൂതൻ പറഞ്ഞിരിക്കും നേരത്തിൽ ധ്വജമാം രഥമാതും ഭയങ്ങളോടും കൂടിപ്പോയത് വിഷ്ണുപതി അതിവിസ്മിതനായി ദാരുകൻ നോക്കി നിന്ന ദാരുകനായി സൂതൻ തന്നോ കൃഷ്ണൻ ദ്വാരകാപുരിതന്നിൽ വേഗേന ചെന്നു നീയും ബന്ധുക്കൾ പുത്രന്മാരും അന്യോന്യരണം ചെയ്തു സിദ്ധിയെ പ്രാപിച്ചു. രാമൻ തന്മരണവും എന്നുടെ അവസ്ഥയും ഒക്കെ പറയണം. ഇനി ദ്വാരക തന്നിൽ ഇരിപ്പാൻ യോഗ്യമല്ല എന്നതും എന്നാൽ വ്യക്തമാകിയ ഇതുപുരി വന്നിപ്പോൾ സമുദ്രവും മുക്കും എന്നതും തങ്ങൾക്കുള്ളൊരു കളത്രതാരാകി ഒന്നിച്ചു വേഗത്തിൽ അർജുനനും ഒരുമിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്നു
വസിപ്പാൻ പോക വേണം. നീ എന്റെ ധർമ്മത്തെയും കൈക്കൊണ്ടു ഞാനനിഷ്ഠനായി എന്റെ മായാചരിതത്തെ പറഞ്ഞിട്ട് പരമപദം പ്രാപിച്ചിടുക എന്നിങ്ങനെ അരുളിച്ച് ഭഗവാനുടെ വാദത്തിങ്കൽ വീണുടൻ നമസ്കരിച്ച് അൻപോട് പ്രദക്ഷിണം നന്നായി ചെയ്തു തൊഴുത് അങ്ങനെ ദാരുകനും ഭഗവാനരുൾ ചെയ്ത വാർത്തയും ചിത്തേ ദീനഭാവേന ചെന്ന് ദ്വാരകാമുഖ ഓം നമോ ഭഗവതേ വാസുദേവായ. കേൾക്കടോ നൃപ ജഗൽക്കാരണൻ നാരായണ ആൽത്തര മുകൾ യോഗ സംജ്ഞയാമരുകുമ്പോൾ ബ്രഹ്മാവാദികളായ മുനികൾ സിദ്ധന്മാർ പങ്കജാരാദി ദേവ ഗന്ധർവ വിദ്യാധര കിന്നര പിതൃനാഗചാരണ സരോ യക്ഷധന്യര ദ്വിജരക്ഷോഭുതാദിദേവ കേവലൻ തന്റെ നിര്യാണ യോഗാനന്ദമേക്ഷിപ്പാൻ അമ്പരാന്തേ വന്നു തൂകി നിന്നവർ ശില്പുമാന്റെ ഹരിനാരായണന്റെ നിര്യാണ യോഗാനന്ദമീക്ഷിപ്പാൻ അമ്പരാന്തേ വന്നു പൂമലർ തൂകി നിന്നവർ ശില്പുമാന്റെ ജന്മകർമാതി കൊണ്ടു ജൽപ്പിച്ചു മേന്മേൽ സ്തുതിച്ചു അമ്പരേ നിൽക്കും നേരം മന്നവാ ജഗന്നാഥൻ തന്നുള്ളിൽ തൻ വിഭൂതി തന്നെയും ഈക്ഷിച്ചിട്ടു തന്നുടെ ആത്മാവിനെ ആത്മാവ് കൊണ്ടു കണ്ടിട്ട് ആത്മാവിൽ യോജിപ്പിച്ചു സ്വാത്മാകാരമായി അഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ചു സമാനമായി സൂക്ഷ്മജ്യോതിസമായി പടുത്തുമോടുവാണിടുന്ന ലോകാഭിരാമ മംഗളമായ യോഗധാരണ ധ്യാനം കൊണ്ടു തന്നുടെ ശരീരത്തെ യോഗാഗ്നി കൊണ്ടത് ആത്മാനം പരമാത്മാവായൊരു സ്വധാ പ്രാപ്തനായി ശോഭിച്ചു സ്വയം
സങ്കല്പവശാൽ സത്യധർമാധികൃതി ഓതി ശ്രീകീർത്തിയാദികൾ ഇത്രയും കീർത്തിച്ചേറ്റ് വാഴ്ത്തിന നാരായണ ഹരേ നാരായണ 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 ദേവനസ്നാമത്തെ വീക്ഷിച്ചതറിയാതെ ദേവാദിജനം കണ്ട് വിസ്മിതനായി ആകാശം വീഴ്ച ധ്യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നെ മിന്നൽ മിന്നിയിടുന്നത് പോലെ മാനുഷത്തിന് ഭഗവത്ഗതി ലക്ഷ്യമാകിയുമില്ല. വ്യോമനി ഉണ്ടാകും മിന്നൽ പോലെ വ്യോമനി നിന്നും യാതൊരിക്കലും തന്നെ താമസമില്ലാതിറങ്ങുന്ന പോലെ തന്നെ ദേവതാത്മാവിൽ നിന്നും വിദ്യുത്തായി തോന്നി ലോകം കേവലമതി തന്നെ പൂർണ്ണമാകുകയും ചെയ്തു. ബ്രഹ്മരുദ്രാദി ദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ട് ഏറ്റവും വിസ്മിതരായി യോഗയോഗേശ്വരായ ശങ്കരന്ദനക്കുള്ളിൽ യോഗവൈഭവം കണ്ടു ചിത്തകൗതുകമുണ്ടായി. ദേവാദികളും ഏറ്റവും സ്തുതി ചെയ്തു. ചെന്ന അവരവർ സ്ഥാനത്തിൽ മരുവിനാൽ കൃഷ്ണൻ ജനിച്ചെന്ന് ജീവന്റെ ഗതിയോർത്താൽ നിർണയം 125 മന്നവ പരന്തനിക്ക് ഓരോരോ കാര്യങ്ങൾ വന്നിടും. ജന്യമൃതി സർവമായാല് നിന്നിടമായ വിലാസത്തിനാൽ എന്നെ പിന്നെയൊട്ടുമേ പരമാത്മാതനിക്കില്ലറിയ നീ ആയത് വിചാരിച്ചാൽ നടന്റെ വേഷം പോലെ മായയാം വേഷം ധരിച്ച് ആയതിനമിപ്പിച്ച് ഭിന്നത്വം വേഷം കളയുന്നതും അതുകൊണ്ട് തന്നുള്ളിൽ നടന് ഒരു കാണിലാഭങ്ങളില്ല. ഇതുപോലെ പരമാത്മാവായ സർഗാദിയാലേ ചിത്രാവും ആത്മാവിനും മാനുഷാദികളായ ജന്തുക്കൾ നമ്മെ പോലെ ജനനാദികൾ ബന്ധം ഭഗവാൻ തനിക്കില്ല. യാതൊരു ഭഗവാന്റെ യമലോകത്ത് ചെന്ന് കൊണ്ടുവന്ന് നൽകിയതോർക്ക് ബാണയുദ്ധത്തിൽ മൃത്യുശാസനം ജയിച്ചില്ലേ. പ്രാണമില്ലാത്തെങ്കിൽ പ്രാണനെ നൽകിയില്ലയോ. ഇങ്ങനെയെല്ലാം ജയിച്ചേകാത്മാവായിക്കൊണ്ട് മഞ്ഞിടം സൃഷ്ടി സംഹാരം ചെയ്യുന്നൊരു ഭഗവാനും കാളന്റെ അമ്മനൽ ദേഹമതുംബികതമാക്കി എന്ന് ചൊല്ലുന്നത് എത്രയും ചിത്രം. സകലമായേക്കും മായയാം ശക്തിധരൻ സകലയായിരിക്കും മായയ്ക്ക് പതിയാക്കിയിരിക്കും ഭഗവാൻ ദേഹമെന്തെന്ന് ചൊല്ലു. ഇത്തരം പല പല വസ്തുവിൻ കാരണമായി ചിത്തായി അന്യമില്ലാതിരിക്കും ഭഗവാനും മർത്യനായി കാട്ടാടനായുള്ള ബന്ധൻ മൂലമായി സ്വസ്ഥമാം എതിരിച്ചിടിനാൻ എന്നതിന്റെ ഇക്കഥ ഉഷക്കാലേ ഭക്തിയാൽ കൃഷ്ണൻ തന്റെ പദമായിട്ടിരിക്കും. ഇത് തന്നെ കീർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമ ഭക്തി വന്നു മുക്തിയും ക്രമാലും ഇല്ല സംശയമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണായ പരബ്രഹ്മണേ. ദാരുഗന്ധാരകെ പ്രാപിച്ചു വസുദേവ ഉഗ്രസേനാദി മുളങ്ങി വൃദ്ധാന്തവും അറിയിച്ച് അതുനേരം കൃഷ്ണന്റെ വിനാശവും അറിഞ്ഞ് വിഷ്ണുകൾ തന്നെ നാശാദി സമസ്തവും പ്രമതി വീരന്മാരും മോഹിച്ചു പോമോ വീണു. താപത്തോടുണർന്നിരുന്ന അങ്ങനെ കൃഷ്ണവൃത്തം പറഞ്ഞു. ജാതി നാശ ശബ്ദമാമസ്ത്രമേറ്റം പരിജോടേറ്റം മോഹചേതസ വസുദേവദേവകിരോഗുലിയുമാതിയെ നമസ്തരം ദുഃഖേന പുറപ്പെട്ട മുതലായവർ തന്നെ ഒക്കെയും വന്നു കണ്ടു ദുഃഖിച്ചാൽ പലതരം ഉൾക്കാമ്പിൽ ശോകത്തോടെ വസുദേവനും പിന്നെ ദേവകിരോഗിനും കൃഷ്ണരാമേദിച്ചുള്ളി കേവലമർപ്പിച്ചു ദേഹത്യാഗവും ചെയ്തു. മുക്തരാതു കണ്ടോരു നേരത്തിങ്കൽ ഉത്തമയായ നാരി ദേവതി രാമൻ തന്നെ ചിന്തിച്ചിട്ട് അഗ്നി തന്നെ ചാടി തൻ ദേഹത്യാഗം ഖണ്ഡവേഗേന ചെയ്തു. രാമങ്ങൾ ചേർന്നാളവൾ
നാരികൾ അവരവ് നമ്മുടെ ഭർത്താക്കളെ മാനമാലിംഗനേന ഭക്തിയിൽ പ്രവേശിച്ചു. ശ്രീകൃഷ്ണ ഭക്തിമാനം രുക്മിണി മുതലായോ ശ്രീകൃഷ്ണ ധ്യാനത്തോടെ ഭക്തിയിൽ പ്രവേശിച്ചു. തന്നോട് ദേഹം പോയതേതുമേ അറിയാതെ ചെന്നവരവർ കാരണയെ ചേർന്നുകൊണ്ടാൽ പിന്നെ അർജുനൻ കൃഷ്ണന്റെ വിയോഗം ഇല്ലനായി മുല്ലം ഭഗവാൻ ഉപദേശിച്ചോരു ജ്ഞാനത്താൽ വിവേകത്തെ സ്വസ്ഥരായി ധൈര്യത്തോരായി ഇവം മുഖ്യം യാദവ ബന്ധുക്കൾക്ക് പിതൃകർമ്മങ്ങളെ ജയിപ്പിച്ച അനന്തരം കൃഷ്ണലാൽ വ്യക്തമായി താരകപുരി തന്നെ തൽക്ഷണം സമുദ്രവും മാധവാലയും പിന്നെ ഒക്കെ നൃപ വാസവി കാണുക തന്നെ മാധവാലയ മതം ഭഗവത് രൂപത്തെയും ചെയ്ത് ചിന്തിപ്പോർക്ക് സർവമംഗളം ഫലം താരക തന്നെ ലബ്ധി മറന്നു വരും മുമ്പേ യാദവ കുലശേഷമുള്ള നാരികളെയും ബാലന്മാരെയും ഒക്കെ കൊണ്ട് പിൻപിതാമകൾ കാലവും ഞാനവെ പോന്നിട്ട് ഇന്ദ്രപ്രസ്ഥവും നോക്കൂ. പിന്നെ മറ്റൊരു രാജാവാക്കി അഭിഷേകവും ചെയ്തു. അർജുനൻ അസ്ഥിരമാപുരിയിൽ പൊക്കുവിൽ ഭൂതാക്കളോടും കൃഷ്ണരാദി ബന്ധുക്കൾ തന്റെ അധികാരണം കേൾപ്പിച്ച് എല്ലാരും ഒരുമിച്ച് നിന്നോട് പിതാമകന്മാരുമേവരുമായി നന്ന രാജ്യത്തിങ്ങൾ അഭിഷേകം ചെയ്ത് മന്നവാ നിന്നെ വംശവും തന്നെ കൽപ്പിച്ച് അങ്ങുത്തരമാർഗത്തിൽ നിന്ന് പ്രസ്ഥാനം അതും ജയിച്ചിട്ട് ഉത്തമന്മാരം അവർ സാധിച്ച പുരുഷാർത്ഥം. ഇങ്ങനെ ദേവദേവനായിരിക്കുന്ന വിഷ്ണു തന്റെ ജന്മകർമ്മലീലകൾ യാതൊരുത്തരാകിയ നരന്മാരും ശ്രദ്ധയാ ശ്രമിക്കുകയും ചേതസി ചിന്തിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നവർ പാതകം സമസ്തവും ഒരിക്കും അത്രയുമല്ല ചേതസൂ ശുദ്ധമായി പരമഭക്തിമുക്തി തന്നെ ലഭിക്കുന്നു. സന്ദേഹമതിരല്ല. ഇന്ന് ശ്രീ ശുഖമുനി ശ്രീ പരീക്ഷ തന്നോട് ചെന്നതുപോലെ സൂതൻ സൗനാദികളോട് നന്നായി പറഞ്ഞതിനു ശേഷം കൽക്കഥകളെ ചൊല്ലുവല്ലാളെന്നു മേലേണമോട്ട് കല്യാണമോടെ വസിച്ചാളെന്ന് പൈകിയും ഇത് ശ്രീ മഹാഭാഗവനെ മഹാപുരാണെ ശ്രീ സൂത സൗനക സംവാദേ ഏകാദശസ്കന്ധം സമാപ്തം. നമോ ഭഗവതി വാസുദേവായ. സുഹൃത്തുക്കളായ സഹോദരങ്ങളെ, ഭഗവാന്റെ സദാപ്രാപ്തിക്ക് ശേഷം ഭഗവാന്റെ അവതാരം ഒരു പ്രാവശ്യം കൂടി എടുത്തു പാരായണം ചെയ്യുക എന്നൊരു സമ്പ്രദായമാണ്. നമ്മൾ അത് വീണ്ടും ആ ഭഗവാന്റെ തിരുവവതാരം പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. എല്ലാവരും ഭക്തിയോടുകൂടി നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം തിരിച്ചുകൊണ്ടിരിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ ചെറ്റടി മുഴക്കങ്ങളും മഴക്കാരും പറ്റുന്നവരും മുച്ചിനോരോടൊപ്പോൾ പത്തുവനായി കംസനുള്ളവർ പടന്മാരും മറ്റമയ മരണത്തിന്റെ സുഖന്മാരായ സമയത്തെങ്കിലുമാരുടെ നിശീലനീ മധ്യത്തിൽ പുരന്തരാശാങ്കന ശശാങ്കനപ്പെട്ടളവ് അഖില ലോകേശനം ഭഗവാനും നമോ കൃഷ്ണായ വാസുദേവായ നന്ദനായ നന്ദഗോ കൽമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുമ്പിൽ അവതാരമാൽമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസന്റെ കൽത്തുറുമ്പിൽ അവതാരമാ ദക്ഷിണായനക്കായി ചിങ്ങമമ്മാസമതി ഭക്തവത്സലൻ
കൃഷ്ണനവതാരമായി ദക്ഷിണായന കാലേ ചിങ്ങമാസമതിൽ ഭക്തവത്സലൻ കൃഷ്ണനവതാരമായി അവതാരമായി അവതാരമായി അനന്തശായിനേറും അവതാരമായി 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 അനന്തശായിനേറും അവതാരമായി അനന്തശായിനേറും അവതാരമായി അനന്തശായിനേറും അവതാരമായി. തുളസിപ്പറയുടെ സമയമാണ്. എല്ലാ സുഹൃത്തുക്കളും തുളസിപ്പറ സമർപ്പണം ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാർട്ടിയെ പ്രവഹിക്കണം എന്ന് അറിയിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കളും തുളസിപ്പറ സമർപ്പണം ചെയ്യുക.